ആസാബ് എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ഗായക സംഘത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠനായിരുന്ന ഭക്തൻ ഒരു കാലത്ത് ദുഷ്ടർക്കുണ്ടാകുന്ന നന്മ കണ്ടിട്ട് ദൈവത്തിൽ നിന്ന് ഏറെക്കുറെ അകന്നു പോകുന്നത് പോലെ വന്നെങ്കിലും പിന്നത്തേതിൽ അവൻ ധ്യാനിച്ചപ്പോൾ അവരൊക്കെ വഴിവഴിപ്പി നിൽക്കുകയാണെന്നും താന് കാണുന്ന താൽക്കാലികമായ ലോകത്തിൻ്റെ പുഷ്ടിയൊക്കെ അത് ഒരു വെയിൽ കൊണ്ട് വാടിപ്പോകുന്ന അനുഭവങ്ങളാണെന്നും ഇന്ന് കണ്ട് നാളെ പാടിപ്പോകുന്ന പ്രിയപ്പെട്ടവരാണെന്നൊക്കെ ഗ്രഹിച്ചിട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്ന ആസാബ് രചിച്ച മനോഹരമായ നിരവധി ഗാനങ്ങളുണ്ട്. അതിലൊരു ഗാനത്തിൻ്റെ ചില ഭാഗങ്ങളാണ് നമ്മൾ ഈ പകല് ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചത്. ദൈവമായ കർത്താവ് ഒരുമിച്ച് നമ്മളെ ഈ പകൽ വചനത്തിലൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സങ്കീർത്തനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചിന്തിപ്പാൻ നമ്മുടെ മുമ്പിൽ സമയമില്ലെങ്കിലും അതിൽ 3-ാമത്തെ വാക്യം മുതൽ ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാൽ, നാം അവയെ കേട്ടറിഞ്ഞിരിക്കുന്നു, നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിരിക്കുന്നു. നാം മക്കളോട് അവയെ മറച്ചു വെക്കാതെ വരുവാനുള്ള തലമുറയോട് യഹോവയുടെ സ്തുതിയും ബലവും അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളും വിവരിച്ചു പറയും. അടുത്ത വാക്യം, നമ്മുടെ പിതാക്കന്മാരോട് അവയെ തങ്ങളുടെ മക്കളെ അറിയിപ്പാൻ കൽപ്പിച്ചു. വരുവാനുള്ള തലമുറ, ജനിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ അവയെ ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് അറിയിക്കുകയും അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വയ്ക്കുകയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മറന്നുകളയാതെ അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുകയും. അടുത്തൊരു വാക്യം കൂടെ, തലമുറയ്ക്ക് കൈമാറേണ്ടതായ സാക്ഷ്യങ്ങളെ മധുരഗായകനായ പ്രവാചകനായ ആസാബ് പാട്ടിലൂടെ നമ്മളെ ഓർപ്പിക്കുകയാണ്. നമ്മൾ ആവർത്തന പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 4-ാമത്തെ വാക്യം മുതൽ, ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 4 മുതൽ, ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. പ്രൈസ് ദി ലോർഡ്. ബഹുമാനായ ഡോക്ടർ മനു കുടുംബമായിട്ട് നമ്മുടെ വന്നിട്ടുണ്ട്, വന്ദനം ചെയ്യുന്നു. ദുബൈയിൽ നിന്ന് പ്രിയ സഹോദരൻ ജോർജ് ബ്രദറുണ്ട്, ഞാൻ എപ്പോഴാണ് കണ്ടത്. വന്ദനം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. നിങ്ങളാ വാക്യങ്ങളെ ശ്രദ്ധിച്ചല്ലോ. ഇസ്രായേലിനോട് മോശയിലൂടെ ദൈവം പറയുകയാണ്, നീ ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ ആരാധിക്കുന്നവർ പൂർണ്ണ ഹൃദയത്തോടും പിന്നെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമത്തിൽ യേശു അത് തന്നെയാണ് നമ്മളെ ഓർപ്പിച്ചത്. ആരാധിക്കുന്നവൻ ആരാധിക്കുന്നെങ്കിൽ അവൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ ആരാധിക്കുക.
അങ്ങനെ ആരാധിച്ചാൽ മാത്രം പോരാ, ആ ആരാധനയുടെ സത്യം നിന്റെ മക്കളോട് നീ വിവരിച്ച് പറയണം. എന്തുകൊണ്ടാണ് ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ഈ ദൈവത്തെ ആരാധിക്കുന്നതെന്ന് തലമുറ ചോദിച്ചാൽ തലമുറയോട് നീ പറയണം. എന്തു പറയണം? എന്തു പറയണം? നിങ്ങളെ വാക്യം ശ്രദ്ധിച്ച് ഒന്നൂടെ. ആ ആ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ നിരവധി കാണുകയാണ്. അവൻ ആഴിയെ രണ്ടായി വിഭജിച്ചു, വെള്ളം ചിറ പോലെ നിന്നു, മാറയെ അവർക്ക് മധുരമാക്കി കൊടുത്തു. വെള്ളം വറ്റിപ്പോയപ്പോൾ പാറയിൽ നിന്ന് ആഴിയിൽ നിന്നെന്ന പോലെ ധാരാളം വെള്ളം കുടിപ്പാൻ കൊടുത്തു. അവർക്ക് സ്വർഗത്തിൽ നിന്ന് ശക്തന്മാരുടെ ഭോജനമായ മന്നയെ വർഷിപ്പിച്ചു കൊടുത്തു. കിഴക്കൻ കാറ്റടിപ്പിച്ച് കടൽക്കരയിലെ മണൽ പോലെ കാടയെ പക്ഷിയെ പറപ്പിച്ചു കൊടുത്തു. അങ്ങനെ ദൈവം ചെയ്ത ചെറുതും വലുതുമായ നിരവധി ഉപകാരങ്ങൾ, അത്ഭുതങ്ങൾ 78 സങ്കീർത്തനത്തിൽ എഴുതിയിട്ട് ഭക്തൻ പറയുകയാണ്, നീ ഇതെല്ലാം കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ധ്യാനിക്കുകയും നിന്റെ മക്കളോടിത് പറയുകയും ചെയ്യണം. എന്തിന്? നിന്റെ മക്കൾ പിതാക്കന്മാരെ നടത്തിയ ദൈവത്തെ മറന്ന് പിന്നത്തേതിൽ ദൈവഹിതമില്ലാത്ത വഴിയെ പോകാതിരിക്കേണ്ടതിന് തലമുറകൾക്ക് നീ ഇത് കൈമാറണം. ഒരു നല്ല ഹല്ലേലൂയ രാവിലെ പറഞ്ഞാട്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് 2 കാറ് കിടക്കുന്നു. നമ്മൾ സാമാന്യം ഭേദപ്പെട്ട നല്ലൊരു വീട്ടിൽ താമസിക്കുന്നു. അത്യാവശ്യം ചൂട് കൂടിയാൽ ഇടാൻ ഒരു മുറിയിലെങ്കിലും ഒരു AC ഉണ്ട്. അത്യാവശ്യത്തിന് കഴിക്കാനുള്ള ആഹാരം നമുക്കുണ്ട്. അടുത്ത ഒരാഴ്ച മുഴുവൻ കഴിക്കാൻ ഫ്രീസറിനകത്ത് നമ്മൾ ആഹാരം വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ വളരുന്നത്. അവർക്ക് ഫീസ് കൊടുക്കാനോ ഡ്രസ്സ് മേടിക്കാനോ ഒന്നിനും വലിയ ബുദ്ധിമുട്ടില്ല. നമ്മളൊക്കെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഒക്കെ അവർ 1ാം ക്ലാസ് മുതൽ കൊണ്ട് നടക്കുകയും നമുക്കറിയാത്ത കാര്യങ്ങൾ അത് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു തലമുറയെ ദൈവം നമുക്ക് തന്നേക്കുന്ന ഓർത്തൊരു സ്തോത്രം പറഞ്ഞേ. പക്ഷേ ഈ തലമുറ ധരിക്കുന്നത് നമ്മൾ അങ്ങനെ ജീവിച്ചെന്നാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നമുക്ക് ഇന്നലെ ഒരു മരുഭൂമി ഉണ്ടായിരുന്നു, അവർക്കറിയത്തില്ല. നമ്മുടെ ദൈവം നമ്മളെ വിടുവിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നെന്നും, കഴിക്കാൻ ആഹാരമില്ല, കുടിക്കാൻ വെള്ളമില്ല, നടക്കാൻ വഴിയില്ല, സഞ്ചരിക്കാൻ വാഹനമില്ല, പാർക്കാൻ പാർപ്പിടമില്ല. ഹല്ലേലൂയ. എന്നാൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞാൽ നിന്നെ പാർക്കാൻ പറ്റിയ പട്ടണത്തിൽ നിന്നെ കൊണ്ടയാക്കുമെന്നൊക്കെ ദൂത് പറഞ്ഞതല്ലാതെ അവരിൽ പലർക്കും അത് കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ നീ ഇത് ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴുമൊക്കെ നിന്റെ തലമുറയോട് ഇത് പറയണം. എന്തിനു വേണ്ടി? അവർ ദൈവത്തോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന്. ഇന്ന് പകൽക്കാലം നമ്മുടെ വളരെ ശ്രദ്ധേയമായൊരു കുഞ്ഞിൻ്റെ സമർപ്പണം കൂടെ നടക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, തലമുറയ്ക്ക് ഇന്നലകളെ കൈമാറുന്ന എത്ര മാതാപിതാക്കൾ ഇവിടെയുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. തികച്ചും നമുക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത വ്യത്യസ്തതയാർന്ന ജ്ഞാനം വർദ്ധിച്ചിരിക്കുന്ന ഒരു തലമുറ, അപ്പം തന്നെ പാപം ചെയ്യാൻ മടിയില്ലാത്തൊരു തലമുറ. ധാരാളം കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു. ധാരാളം കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ നിർദാക്ഷിണ്യം ഉപദ്രവിക്കുന്നു. ധാരാളം കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ കൊല്ലുന്നു. ധാരാളം കുഞ്ഞുങ്ങൾ വീട് വിട്ട് പുറപ്പെട്ടു പോകുന്നു. അവരെ ഗോവയിലും അവിടെ ഇവിടെ ഇട്ട് പോലീസ് പിടിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവർ സ്കൂളിൽ ചെന്നാലും ക്ലാസ്സിൽ കയറുന്നില്ല. അവർ ക്ലാസ്സിൽ കയറിയാലും കൂട്ടുകാരുമായി ലഹരി ഉപയോഗിക്കുന്നു, മാരകമായ രാസലഹരി ഉപയോഗിക്കുന്നു. ഇങ്ങനൊരു തലമുറയുടെ നടുവിൽ നിന്നെ ദൈവം കൃപയിൽ കൊണ്ടുവന്നു. കൃപയിൽ കൊണ്ടുവന്നിട്ട്
സഭ പ്രാർത്ഥിച്ച് നിനക്കൊരു കൊച്ചിനെ തന്നല്ലേ, 2 കൊച്ചിനെ തന്നു. നിന്റെ കൊച്ചിൻ്റെ പ്രത്യേകത നാട്ടുകാർക്കുണ്ടായ കൊച്ചു പോലല്ല, പ്രാർത്ഥിച്ചുണ്ടായ കുഞ്ഞാണ്. ഒരു നല്ല ഹല്ലേലൂയ പറയണം. പ്രാർത്ഥിച്ചും ആരാധിച്ചും ലഭിച്ച ഒരു തലമുറയെ വിശ്വസിക്കുന്നവർ മാത്രം ഇന്ന് രാവിലെ ആ കരം നല്ലപോലെ നടിച്ച് ദൈവത്തെ ആരാധിച്ചേ. ഹല്ലേലൂയ. Praise the Lord. തലമുറ നീ സേവിച്ച ദൈവത്തെ സേവിക്കണമെങ്കിൽ, തലമുറ നീ ആരാധിച്ച ദൈവത്തെ ആരാധിക്കണമെങ്കിൽ, തലമുറ നീ നിന്ന സഭയിൽ നിലനിൽക്കണമെങ്കിൽ, തലമുറ ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കണമെങ്കിൽ 2 മാർഗമില്ല, ഒറ്റ മാർഗമേ ഉള്ളൂ. അവരുടെ പിതാക്കന്മാർ തലമുറയ്ക്ക് ഈ അത്ഭുതങ്ങളെ കൈമാറണം. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം താല്പര്യമുണ്ട്? ഞാൻ ആരാധിച്ച ദൈവത്തെ എൻ്റെ തലമുറയും ആരാധിക്കണം, ഞാൻ സേവിച്ച ദൈവത്തെ എൻ്റെ തലമുറയും സേവിക്കണമെന്ന് വിശ്വസിക്കുന്നവര്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച, വേർപാടും വിശുദ്ധിയും പാലിക്കുന്ന മാതാപിതാക്കളുടെ തലമുറകൾ രാത്രിയിൽ നടു റോഡിൽ നമ്മൾ കൺവെൻഷനൊക്കെ കഴിഞ്ഞ് വണ്ടി വിട്ടു വരുമ്പോൾ റോഡ് ഏതാ വണ്ടി ഏതാണെന്നറിയാതെ അവൻ നിന്ന് ആടി ആ കൂത്തുകാഴ്ചയായി നിൽക്കുന്നത് കാണുമ്പോൾ ഹൃദയത്തിൽ ഒത്തിരി വേദനയുണ്ട്. എപ്പോഴാണ് അവനൊക്കെ ഈ ലോകത്തിൻ്റെ ഒരു കൂത്തുകാഴ്ചയായി മാറുന്നതെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഇന്ന് പകൽ വേദനയോടെ ഞാൻ ഓർപ്പിക്കട്ടെ, എത്ര മാതാപിതാക്കൾ പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ട്. നിന്റെ തലമുറ വഴിയിൽ പട്ടുപോകാതെ, നിന്റെ തലമുറ വഴിയിൽ ഒരു പരസ്യകോലമായി മാറാതെ, നിന്റെ തലമുറ വഴിയിൽ ഒരു കൂത്തുകാഴ്ചയായി മാറാതെ, 10:00-ക്കും 11 മണിക്കും 12 മണിക്കും ഒക്കെ വണ്ടി വിട്ടു വരുമ്പോൾ ചിലതൊക്കെ കാണുമ്പോൾ ഒത്തിരി വേദനയുണ്ടെങ്കിലും പൊതുവിൽ അതൊന്നും ഞാൻ പറയുന്നില്ല. പ്രിയമുള്ളവരെ, ലൈവിലുള്ളവരോടും പറയട്ടെ, നിനക്കാകെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, നിന്റെ തലമുറയോട് നീ ഇത് പറയണം. കുഞ്ഞെ, എനിക്കിന്ന് കാണുന്ന ഒന്നുമില്ലായിരുന്നു. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട്. ദിവസങ്ങളോളം ഞാനും എൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും പട്ടിണി കിടന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ആഹാരം തരാൻ ബന്ധങ്ങളോ സ്വന്തങ്ങളോ ആരുമില്ലായിരുന്നു. അതേ വേഴാമ്പല് വെള്ളത്തിന് വേണ്ടി നോക്കിയിരിക്കുന്ന പോലെ നോക്കിയിരുന്ന അനേക സന്ദർഭങ്ങളുണ്ട്. അന്ന് ഞങ്ങളെ നടത്തിയൊരു ദൈവമുണ്ട് കുഞ്ഞെ. അന്ന് കരഞ്ഞതുകൊണ്ട് കിട്ടിയ നന്മയല്ലാതെ നമുക്കൊന്നുമില്ലെന്ന് തലമുറയോടൊന്ന് പറയാൻ വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നോക്കിക്കേ, അതിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 6ഉം 7ഉം വായിച്ചോ. വരുവാനുള്ള തലമുറ. പിതാക്കന്മാരുടെ അന്നത്തെ പ്രാർത്ഥന അവരുടെ കാലം എങ്ങനെയും കഴിച്ചു കൂട്ടുക, ആർക്കും ബുദ്ധിമുട്ടില്ലാതെ അങ്ങ് പോകണം എന്നൊന്നുമല്ല അവരാഗ്രഹിച്ച. ഭക്തൻ പറയുകയാണ്, ഞാൻ മരിച്ചാലും എനിക്ക് ശേഷം ഒരു തലമുറ വരുന്നുണ്ട്, വരുവാനുള്ള തലമുറ. ഒരല്ലേലൂയ പറയണം. നമ്മൾ ഹോളി വരുന്നത് കൊച്ചിനെ കളിപ്പിക്കാനൊന്നും അല്ല കേട്ടോ. കൊച്ചു ദൈവം തന്നതാ. നീ പ്രാർത്ഥിച്ചോണ്ട് വരണം, കർത്താവേ 9 മണി മുതൽ 12 വരെ കുഞ്ഞ് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം, ഇടയ്ക്ക് ഉടന്നാലും ഇച്ചിരി പാല് കുടിച്ച് പിന്നെ ഉറങ്ങണം, എൻ്റെ ആരാധനയെ ആ കുഞ്ഞ് അലക്ഷ്യമാക്കരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോണ്ട് വരണം. കുഞ്ഞുറങ്ങിക്കോളും. നീ എടുത്തോണ്ട് താഴോട്ട് പോകുന്നു, മേലോട്ട് വരുന്നു, താഴോട്ട് പോകുന്നു, മേലോട്ട് പോകുന്നു, സർക്കസ് കളിക്കുന്നു. അതിനൊന്നുമല്ല. ആരാധനയ്ക്ക് വരുന്ന പിള്ളേരെ കളിപ്പിക്കാനല്ല. നിന്റെ കൊച്ചി ആരാധന കാണണം. നീ ഈ വചനം കേൾക്കണം. പ്രസംഗിക്കേണ്ട സമയം മുഴുവൻ നീ കേൾക്കാതെ താഴെ പോയിരുന്നിട്ട് കാര്യമില്ല. നിന്റെ തലമുറ നാളെ കൈവിട്ടു പോകാതിരിക്കാൻ നിന്റെ കൊച്ചല്ല വലുത്, നിന്റെ ദൈവമാ വലുത്. നിന്റെ ദൈവം ഉള്ള കൊണ്ട് ആ കൊച്ചിനെ കിട്ടിയ ഒരു സ്വത്രം പറഞ്ഞേ. നിന്റെ കയ്യിരിക്കുന്ന കൊച്ചു ദൈവം തന്നത്. ഒരല്ലേലൂയ പറ. ഈ അൽഷിമേഴ്സ് ഇല്ലാത്തൊരു കൊച്ചിനെ ദൈവം തന്നതിന് സ്വത്രം പറഞ്ഞേ.
2 ചെവിയും 2 കണ്ണും ഒരു വായും 32 പല്ലും ഒരു മൂക്കും ഒരു ബ്രെയിനും ഉള്ള കൊച്ചിനെ തന്നിന് സ്വത്രം പറഞ്ഞേ. 2 കൈ ആരോഗ്യമുള്ള 2 കാലിനും ബലമുള്ള കൊച്ചിനെ തന്ന് സ്വത്രം പറഞ്ഞേ. ഇതൊന്നും നിന്റെ മിടുക്കല്ല കേട്ടോ. ഹല്ലേലൂയ. എത്രയോ കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ കണ്ട് വർഷങ്ങളായി കരയുമ്പോൾ ആരോഗ്യമുള്ള തലമുറയെ തന്നത്. മക്കളെല്ലാം ശ്രദ്ധിച്ച്, കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ എപ്പോഴേലും സമയം കിട്ടുമ്പോൾ കൊച്ചിൻ്റെ ഒരു ബർത്ത്ഡേക്ക് ഇച്ചിരി ആഹാരം നമ്മുടെ എരവേലി ഗിൽഗാലി കൊണ്ട് കൊടുക്കണം. ഞാൻ എല്ലാ വർഷവും 2 പ്രാവശ്യം പോകും. എന്നിട്ട് അവരുടെ ഹോളിൽ കയറി കാണണം. ഒരു ഹോള് നിറച്ച്, ഇതുപോലൊരു ഹോള് നിറച്ച് ജനിച്ചത് മുതൽ കട്ടിലിൽ നിന്ന് എഴുന്നേക്കാതെ 28, 38, 40 വർഷമായിട്ട് കൈയും കെട്ടി കാലും കെട്ടി കിടക്കുന്ന, കയറുകൊണ്ട് കെട്ടിയേക്കല്ല, കാല് കൊണ്ട് തന്നെ കെട്ടിയേക്കുക, കൈ കൊണ്ട് തന്നെ കെട്ടി കിടക്കുന്ന പിള്ളേർ. നിന്റെ കുഞ്ഞിനെ നോക്കി എത്ര ആരോഗ്യ. നിന്റെ ദേഹത്തെ ഹോർമോൻ്റെ കൂടുതലൊന്നുമല്ല, സഭ പ്രാർത്ഥിച്ചുകൊണ്ടാ. അതിനാ ഉരുവാകുമ്പോൾ തൊട്ട് ഇവിടെ സ്വോത്രം ചെയ്ത കർത്താവേ, ഞങ്ങളുടെ ഇന്ന കുഞ്ഞ് ഗർഭിണിയാണ്, നീ നല്ല അനുഗ്രഹിക്കപ്പെട്ട തലമുറ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. അത് കുഞ്ഞിനെ ആരോഗ്യത്തോടെ കിട്ടാനാ. സ്വോത്രം പറഞ്ഞാട്ട് ആ കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിന്റെ ജീവൻ മുഴുവൻ കൊച്ചിനകത്ത് കൊടുത്തിട്ട് കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കാതെ ഇങ്ങനൊരു കുഞ്ഞിനെ തന്ന ദൈവത്തെ നീ ആരാധിക്കുകയും നീ മക്കളോട്, വരുവാനുള്ള തലമുറയോട് സ്വോത്രം പറയാൻ തയ്യാറുണ്ടോ? വരുവാനുള്ള തലമുറയോട് നീ ആ കാര്യങ്ങൾ പറയണം. എത്ര പേർക്ക് സന്തോഷം എന്ന പോലുണ്ട്? നിന്റെ തലമുറയ്ക്ക് ദൈവത്തെ പരിചയപ്പെടുത്തണം. ഹല്ലേലൂയ. നിന്റെ തലമുറയ്ക്ക് വിദ്യാഭ്യാസം കൊടുക്ക. അവൻ കലക്ടറാകട്ടെ, അവൻ എഞ്ചിനീയർ ആകട്ടെ, അവൻ ഡോക്ടറാകട്ടെ, അവന് IPS IAS ഒക്കെ എടുക്കട്ടെ, പക്ഷേ യേശുവിനെ പരിചയപ്പെടുത്തണം. യേശുവില്ലാതെ ഒന്നും എടുത്തിട്ട് കാര്യമില്ല. അവനാദ്യം അറിയേണ്ടത് യേശുവിനെയാണ്. എത്ര മാതാപിതാക്കൾ യേശുവിനെ തലമുറയ്ക്ക് കൈമാറുന്നുണ്ട്. ലോകത്തിൽ മറ്റൊന്നും നിനക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നീ 10 ഏക്കർ തോട്ടം മേടിച്ചു വെക്കണ്ട, നീ 2 നില വീട് പണിത് വെക്കണ്ട, നീ 2 വണ്ടി മേടിച്ചു കൊടുക്കണ്ട. നീ യേശുവിനെ കൈമാറ്. യേശുവിനെ കൊടുത്താൽ ബാക്കിയെല്ലാം അവൻ കൊടുത്തോളും. എത്ര പേർക്ക് സന്തോഷമുണ്ട്? തലമുറയ്ക്കുന്ന പകൽ മറ്റൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും യേശുവിനെ കൊടുക്കാൻ കഴിഞ്ഞാൽ അവരുടെ കൊച്ചു ഹൃദയത്തിൽ യേശു ജനിക്കട്ടെ. അവരുടെ കൊച്ചു ഹൃദയത്തിൽ വചനങ്ങൾ വീഴട്ടെ. നീ ഒരു വാക്യമേൽ കുഞ്ഞിനെ വൈകിട്ട് പഠിപ്പീര്, ഒരു വാക്യമേലും രാവിലെ കുഞ്ഞിനെ പഠിപ്പീര്. സ്കൂളിൽ പോകുന്നതിന് മുമ്പേ, അംഗൻവാടി പോകുന്നതിന് മുമ്പേ അവൻ പോകുന്നത് ചീത്ത വിളിക്കുന്ന പിള്ളേരുടെ കൂടെ ഇരിക്കാനാ, അവൻ പോകുന്നത് കള്ള് കുടിക്കുന്ന അപ്പന്മാരുടെ മക്കളുടെ കൂടെ ഇരിക്കാനാണ് അവൻ പോകുന്നത്. അതിനിടയ്ക്ക് അവൻ മാത്രമേ ഉള്ളൂ രക്ഷിക്കപ്പെട്ടോ എൻ്റെ കൊച്ച്. അപ്പോൾ അവനെ ഒരു വാക്യം പറഞ്ഞ് തലയെ കൈവച്ച് പ്രാർത്ഥിച്ച്, കർത്താവ് എൻ്റെ കുഞ്ഞ് പോന്നു, ദൈവഹിതമില്ലാത്ത ഒന്നും അവൻ പഠിക്കരുത് എന്ന് പറഞ്ഞൊന്ന് വിടാൻ കഴിയുമെങ്കിൽ നീ മക്കൾക്കത് ഉപദേശിക്കണം. സന്തോഷമുള്ളവർ മാത്രമേ ദൈവത്തെ ആരാധിക്കാവൂ. തലമുറയ്ക്ക് നീ ദൈവത്തെ കൈമാറുവാൻ. ഹല്ലേലൂയ. വരുവാനുള്ള തലമുറ, ജനിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ അവയെ ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് അറിയിക്കും. ജനിപ്പാനിരിക്കുന്ന തലമുറ എഴുന്നേറ്റ് അവരുടെ മക്കളോട് അറിയിക്കും. ഏത് കാര്യം? അപ്പനും അമ്മയും പറഞ്ഞ കാര്യം. എൻ്റെ അപ്പൻ ഇങ്ങനെ എന്തിനാ ഈ യോർദാൻ കടന്നപ്പോൾ ദൈവം പറഞ്ഞു 12 കല്ല് യോർദാനിൽ നിന്ന് പൊക്കണം. പൊക്കിയിട്ട് യോർദാനിൽ തന്നെ 12 കല്ല് നാട്ടണം. നാട്ടിട്ട് 12 കല്ലെടുത്തുകൊണ്ട് കരയ്ക്ക് വെക്കണം. നിങ്ങളെല്ലാവരും അക്കരെ കയറി കഴിയുമ്പോൾ 12 കല്ല് ചുമന്ന് 8 മൈൽ അപ്പുറത്ത് കൊണ്ടുപോയി ഗിൽഗാലിൽ നാട്ടണം. അപ്പോൾ 12 കല്ല് ഇപ്പോൾ എവിടെ നിൽക്കുന്നു? യോർദാനിൽ. 12 കല്ല് എവിടെ നിൽക്കുന്നു? ഗിൽഗാലിൽ. 8 മൈൽ അകലെ ഗിൽഗാലി 12 കല്ല്, യോർദാൻ്റെ നടുക്ക് 12 കല്ല്. വീണ്ടും യോർദാൻ ഒന്നിച്ചപ്പോൾ ഈ കല്ല് കിളന്ന് നിൽക്കുക, ഒഴുകുന്ന വെള്ളത്തിൻ്റെ മുകളിൽ 12 കല്ല് നിൽക്കുക. അപ്പോൾ പിള്ളേർ ചോദിക്കും, അപ്പച്ച ഇതെന്തുവാ 12 കല്ല് ഈ ഒഴുക്കും വെള്ളത്തിൽ ഇങ്ങനെ നേരെ നിൽക്കുന്നു, 12 കല്ല് ഗിൽഗാലി കൊണ്ട് നാട്ടിക്കുന്ന എന്നാന്ന് പിള്ളേർ ചോദിക്കും. പറഞ്ഞ മക്കളെ, ഞങ്ങൾ കൃപയിൽ വന്നപ്പോൾ പാലമില്ലായിരുന്നു, നിങ്ങൾ സ്വോത്രം പറഞ്ഞില്ല, വള്ളമില്ലായിരുന്നു,
പടകില്ലായിരുന്നു, കൊതുമ്പ് വെള്ളം പോലും ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. ഞങ്ങളുടെ മുമ്പിൽ ഒരു പ്രശ്നം വന്നു, മോനെ, വാഗ്ദത്തം അക്കരെ കിടക്കുന്നു, ഞങ്ങൾ ഇക്കരെ നിൽക്കുന്നു. പക്ഷെ ഒരു നിലയിലും വാഗ്ദത്തം പ്രാപിക്കാൻ കഴിയാതെ ഒരു മരണയോർദാൻ ഞങ്ങളുടെ മുമ്പിൽ കരകവിഞ്ഞൊഴുകുക. എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ ഭാരപ്പെട്ടപ്പോൾ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാല് വെള്ളത്തിൽ ചവിട്ടിയപ്പോൾ ഞങ്ങൾക്കൊരു വഴി ദൈവം തുറന്നു. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവരെ ദൈവത്തെ ആരാധിക്കാവൂ. നിന്റെ മുമ്പിൽ വഴി തുറന്നൊരു ദൈവമുണ്ട്. ഓ രമന രകൽക്കന വൈഡ ജുഡാ രവശംദരേ അർത്ഥരാധര. ഹല്ലേലൂയ. ആ പറച്ചിൽ കിടക്കുമ്പോൾ പറഞ്ഞ് കേൾക്കട്ടെ എൻ്റെ മോനെ. അത് മഴക്കാലത്തും വേനൽക്കാലത്തും എല്ലാം ഇരുകര കവിഞ്ഞൊഴുകുമായിരുന്നു. ഞങ്ങളുടെ മുമ്പിൽ ആ യോർദാൻ വിളിച്ചു പറഞ്ഞു, നിന്റെ ജന്മത്തിൽ നീ അക്കരെ കയറത്തില്ല, നീ വാഗ്ദത്തം കണ്ടു ജാഗത്തേ ഉള്ളൂ, പ്രാപിക്കത്തില്ല എന്ന് ഞങ്ങളുടെ നേരെ വെല്ലുവിളി ഉയർത്തിയപ്പോൾ ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ താഴത്തെ വെള്ളം വാർന്നു പോയി, മേളത്തെ വെള്ളം ചെറ പോലെ നിന്നു. ഒരുണങ്ങിയ വഴി ഞങ്ങൾക്കായി തുറന്നു. ഇന്ന് രാവിലെ ചിലരോട് ദൈവാത്മാവ് പറയുന്നു, ഉണങ്ങിയ വഴികൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കുകയാ. ഓ റബലബലബല. ഹല്ലേലൂയ. മോനെ കല്ലിനോട് ചോദിച്ചേടാ, കല്ല് പറയും ഞങ്ങൾ ആഴത്തിൽ കിടന്നതാ, ഞങ്ങളുടെ മീതെ പെരുവെള്ളം കവിഞ്ഞൊഴുകുകയായിരുന്നു, ഒരിക്കലും പൊങ്ങത്തില്ലെന്ന് പിശാച് പറഞ്ഞു, ഒരിക്കലും നേരെ നിൽക്കത്തില്ലെന്ന് പിശാച് പറഞ്ഞു, ഒരിക്കലും ഉയരത്തിലെന്ന് പറഞ്ഞു. പക്ഷെ സ്വർഗം ഞങ്ങളെ ഉയർത്തി നിർത്തിയതാ. ഇന്ന് രാവിലെ ആഴങ്ങളിൽ ആണ്ടുപോയ ചിലതിനെ ഉയർത്തി നിർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ കരുത്തുള്ളവർക്കായി ഓ റബശംദര. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കല്ലുകളെ ഉയർത്തി നിർത്തി ചുമ്മിക്കൊണ്ട് 8 മൈൽ കല്ല് ചുമ്മിക്കൊണ്ട് അവർ ഗിൽഗാലി കൊണ്ടുപോയി നാട്ടിയിട്ട് ഒരു പേരിട്ടു, ഞങ്ങളുടെ നിന്ന ദൈവം ഉരുട്ടിക്കളഞ്ഞു. ഒരു സ്വത്രം പറഞ്ഞേ, 25-ന്റെ 1-ാം ഞായറാഴ്ച നിന്റെ കുടുംബത്തിൻ്റെ നിന്റെ തലമുറയുടെ ദൈവം ഉരുട്ടിക്കളയാൻ പോകുകയാ. രക്ഷിക്കപ്പെട്ടതിൻ്റെ പേരിൽ, സ്നാനപ്പെട്ടതിൻ്റെ പേരിൽ, വേർപെട്ടതിൻ്റെ പേരിൽ നിന്ന അനുഭവിക്കുന്ന നിന്റെ കൂടാരത്തിലെ ചില നിന്ദകളെ ഇന്ന് ദൈവം ഉരുട്ടിക്കളയുമെന്ന് വിശ്വസിക്കുന്നവര് ആ കരമൊന്ന് ചേർത്തടിച്ച് ഓ റബലബ ശംദരാധര വൈഡരമന. ഹല്ലേലൂയ. ആ കല്ലിപ്പോഴും അവിടെ നിൽപ്പുണ്ട്. സ്വത്രം പറഞ്ഞേ, ആ കല്ലുകൾ ഇപ്പോൾ അവിടെ നിൽപ്പുണ്ട്. ആ കല്ലിനെ നോക്കിയാണ് മരുഭൂമിയുടെ അക്കരെ, യോർദാന്റെ അക്കരെ മരുഭൂമിയിൽ യോഹന്നാൻ, ഒരു തലമുറയുടെ ശബ്ദമായ, മരുഭൂമിയിലെ ശബ്ദമായ യോഹന്നാന്റെ അടുക്ക വന്ന് ഇസ്രായേൽ മക്കൾ പറഞ്ഞു, ഞങ്ങൾ ആരാന്ന് നിനക്കറിയാമോ? ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയാ എന്ന് വലിയ പാരമ്പര്യം പറഞ്ഞപ്പോൾ യോഹന്നാൻ പറഞ്ഞു, എടാ അബ്രഹാമിന് സാറയുടെ അല്ലെങ്കിൽ 90 വയസ്സ് പ്രായമുള്ളപ്പോഴത്തെ ഗർഭപാത്രമോ മക്കളെ ഉളവാക്കാൻ വേണ്ട 12 കല്ല് നിൽക്കുന്നേ കണ്ടു. എടാ ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കാൻ എൻ്റെ ദൈവത്തിന് ഒരു സ്വത്രം പറയണം. കല്ലുകളെ, സാക്ഷ്യത്തിൻ്റെ കല്ലുകളെ നോക്കി അബ്രഹാമിൻ്റെ അല്ലെങ്കിൽ വാഗ്ദത്തത്തെ ചൂണ്ടി യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഈ കല്ലുകൾ വിശ്വസിക്കുന്നവർ രാവിലെ ആരാധിച്ചേ. എന്താ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതിൻ്റെ അർത്ഥം? എടാ സാക്ഷ്യമുണ്ടോ? സാക്ഷ്യത്തിൻ്റെ കല്ലുകളുണ്ടോ എങ്കിൽ അതിൽ നിന്ന് വീണ്ടും ഇന്നലത്തെ നടത്തിയ സാക്ഷ്യമുണ്ടെങ്കിൽ, ഇന്നലെ വഴി തുറന്ന സാക്ഷ്യമുണ്ടെങ്കിൽ ആ സാക്ഷ്യത്തിൽ നിന്ന് പുതിയ ഒന്നിനെ ജനിപ്പിക്കാൻ വിശ്വസിക്കുന്നവരെ ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. ഈ സാക്ഷ്യത്തിൽ നിന്ന്, ഈ കല്ലുകളിൽ നിന്ന് ഇന്ന് പോൽ ശക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഇടപെടുകയാ. ഈ കല്ലുകളിൽ നിന്ന് ചില വർഷം കൂടെ കഴിഞ്ഞപ്പോ
യേശു കർത്താവ് കഴുതക്കുട്ടിപ്പുറത്ത് വാഹനമേറി യെരുശലേമിലോട്ട് വരികയാണ്. പട്ടണം മുഴുവൻ ഇളകി, യെരുശലേം മുഴുവൻ ഇളകി. ജനമെല്ലാം കൂടെ ഒന്നിച്ചോശാന പാടിയപ്പോൾ മതശക്തികൾ ഇളകി. പൗരോഹിത്യ മതം പള്ളി ശക്തി വിളിച്ചു പറഞ്ഞു, മിണ്ടാതിരിക്കാൻ പറ. യേശു പറഞ്ഞു, ഇവര് മിണ്ടാതിരുന്നാൽ യോഹന്നാൻ ചൂണ്ടിയ കല്ലിനെ യേശു ചൂണ്ടി. പറഞ്ഞു, ഈ കല്ലുകൾ ഇന്നലകളിൽ ആഴത്തിന്ന് പൊക്കി നിർത്തിയ ഈ കല്ലുകൾ ആർക്കും, ഇന്ന് രാവിലെ എത്ര പേർക്ക് വിശ്വാസമുണ്ട് നിന്നെ നിർത്തിയിരിക്കുന്നത് ആർത്തു സ്തുതിക്കാൻ, സാക്ഷ്യമുള്ളവനെ ഉയർത്തി നിർത്തിയിരിക്കുന്നത് തലമുറ കാങ്ക ദൈവത്തെ ആരാധിക്കാനാ. ഹല്ലേലൂയ. എന്തിനാണ് മക്കളോടും മക്കൾ അവരുടെ മക്കളോടും പറയുന്നത് അടുത്ത വാക്യം? ഇത്രയുള്ള കാര്യം. തലമുറയ്ക്കത് കൈമാറുന്നത് അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വയ്ക്കുകയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മറന്നുകളയാതെ അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുകയും പിതാക്കന്മാർക്ക് എന്തു പറ്റി? വഴി തുറന്നു, മന്ന കൊടുത്തു, ഇറച്ചി കൊടുത്തു, വെള്ളം കൊടുത്തു, പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണ്, ചെരുപ്പ് പഴകിയില്ല, വസ്ത്രം പഴകിയില്ല, ഒരു ബലഹീനരും അവരിൽ ഉണ്ടായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ ജനത്തെ ആടുകളെ പോലെ മരുഭൂമിയിൽ നടത്തി. പ്രൈസ് ദി ലോർഡ്. പെരുമ്പാമ്പിന്മേൽ അവർ ചവിട്ടി, അവരറിഞ്ഞില്ല. മരുഭൂമിയിലെ മണലിൻ്റെ അടിയിൽ കിടന്ന പെരുമ്പാമ്പിൻ്റെ മണ്ടയ്ക്കൂടെ ചവിട്ടിപ്പോയത്. ബാലസിംഹങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ അറിയാതെ മെതിച്ചു. പ്രൈസ് ദി ലോർഡ്. നിന്നെ വഴിമധ്യത്തിൽ കൊത്തി മലർത്താൻ പതിയിരുന്ന മണ്ഡലങ്ങളെ ദൈവം തകർത്തിട്ടാണ് ദൈവം നിന്നെ മരുഭൂമി നടത്തിയത്. വിശ്വസിക്കുന്നവർ ചേർന്ന് രാവിലെ നിനക്ക് വിരോധമായി പതിയിരുന്ന പോരുകളെ അടിച്ച വിശ്വസിക്കുന്നവർ ചേർന്ന് രാവിലെ ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പെരുമ്പാമ്പിന്റെ മേലെ അവർ ചവിട്ടി, ബാലസിംഹത്തിന്റെ മേലെ അവർ ചവിട്ടി. പക്ഷെ ഒന്നും അവർക്ക് ദോഷം ചെയ്തില്ല. പക്ഷെ അവർ ആരോട് മത്സരിച്ചു? അവർ ദൈവത്തോട് മത്സരിച്ചു. അവർ ശാഠ്യമുള്ളവരായി മാറി. ദൈവം കോപിച്ചു. ദൈവം പറഞ്ഞു, ദുശാഠ്യമുള്ള തലമുറയുടെ കൂടെ ഇനി ഒരു നിമിഷം ഞാൻ നടക്കത്തില്ല. ഒരു ഹല്ലേലൂയ പറയണം. മോശെ വിളിച്ചു പറഞ്ഞു, മോശേ, ഈ ജനം ദുശാഠ്യമുള്ള ജനമായതുകൊണ്ട് ദുശാഠ്യമുള്ള ഈ ജനത്തിൻ്റെ കൂടെ ഒരു ചുവടിന് ഞാൻ നടക്കത്തില്ല. നിന്നെ ഞാനൊരു വലിയ ജാതിയാക്കിയേക്കാം, ഇവന്മാരെ ഞാൻ നശിപ്പിക്കാൻ പോകുകയാ. മോശ നെടുമ്പാട് വീണു. മോശ പറഞ്ഞു, ദൈവമേ, മിസ്രൈമിൽ നിന്ന് ഫറവോന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച ദൈവത്തിന് വാഗ്ദത്ത ദേശത്ത് കൊണ്ടയാക്കാൻ കഴിവില്ലാത്ത ദൈവമാണെന്ന് ജാതികൾ പറയാതിരിപ്പാൻ നീ അവരെ നശിപ്പിക്കരുത്. അവൻ മധ്യസ്ഥ അണച്ചു. ദൈവം പറഞ്ഞു, ഓക്കെ, ഞാൻ നശിപ്പിക്കുന്നില്ല, പക്ഷെ ഒരു കാര്യം, ഞാൻ ഇനി കൂടെ വരത്തില്ല. പകരം ഞാൻ എൻ്റെ ഒരു ദൂതനെ എന്ത് ചെയ്തേക്കാം? നിന്റെ കൂടെ വിട്ടേക്കാം. മോശ പറഞ്ഞു, ദൂതനെ വിട്ടാൽ ഞാൻ പോകത്തില്ല. ഞാൻ പോകണമെങ്കിൽ നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ വരണം. തിരുസാന്നിധ്യം എൻ്റെ കൂടെ വരുന്നില്ലെങ്കിൽ എന്നെ അയക്കരുത്. ഇന്ന് രാവിലെ എത്ര പേര് ദൈവത്തോടെ പ്രാർത്ഥിക്കും, എൻ്റെ കൂടെ ദൂതൻ വന്നാൽ പോരാ, ദൈവ സാന്നിധ്യം എൻ്റെ കൂടെ വരണം. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ഈ തലമുറയ്ക്ക് കൈമാറാൻ കൂടെ നടക്കുന്ന ഒരു ദൈവത്തെ പരിചയപ്പെടുത്താൻ
അവൻ വീട് വിട്ട് കാനഡയ്ക്ക് പോകുന്നു, ഓസ്ട്രേലിയയിൽ പോകുന്നു, ന്യൂസിലൻഡിൽ പോകുന്നു, അവൻ ബാംഗ്ലൂരിൽ പോകുന്നു, പൂനെയിൽ പോകുന്നു. നിനക്ക് കൂടെ പോകാൻ കഴിയത്തില്ല. അവൻ പോകുമ്പോൾ അവൾ പോകുമ്പോൾ നീ പറഞ്ഞ മോനെ ഞാൻ കൂടെ വരുന്നില്ലെന്നേ ഉള്ളൂ, ദൈവം നിന്റെ കൂടെയുണ്ട്. മോശയുടെ കൂടെ സഞ്ചരിച്ച ദൈവം, പിതാക്കന്മാരുടെ കൂടെ സഞ്ചരിച്ച ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ അവർ ദൈവത്തിൽ ആശ്രയിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. പ്രിയരെ, അടുത്ത മാസത്തെ ഫീസ് എങ്ങനെ കൊടുക്കും? അടുത്ത വർഷത്തെ ഫീസ് എങ്ങനെ കൊടുക്കും? നിന്റെ വണ്ടി കൂലി എങ്ങനെ തരും? നിന്റെ പുസ്തകങ്ങൾ എങ്ങനെ വാങ്ങിച്ചു തരും? വളരെ വിലപിടിപ്പുള്ള പുസ്തകങ്ങൾ എങ്ങനെ വാങ്ങും? നീ അത് ചോദിക്കുമ്പോൾ ഒറ്റ വാക്കേ പറയാവുള്ളൂ, ഇന്നലെ നടത്തിയ ദൈവം, യോർദാൻ വിഭജിച്ച ദൈവം, ചെങ്കടൽ വിഭജിച്ച ദൈവം, ഓ ഹല്ലേലൂയ, മരുഭൂമിയിൽ പാറയിലെ വെള്ളം തന്ന ദൈവം, മന്ന പൊഴിച്ച ദൈവം, നാളെ നടത്താൻ മതിയായവരാ. ദൈവത്തിൽ ആശ്രയിക്കാൻ ഏറ്റെടുക്കുന്നവർ ദൈവത്തെ, നിന്റെ തലമുറ ഇന്ന് രാവിലെ ദൈവത്തിൽ ആശ്രയിക്കാൻ. നിങ്ങൾ പുറകോട്ട് ഒരു നിമിഷം ഒന്ന് ഓടിപ്പോയേ. 4 വർഷം എങ്ങനെ ഫീസ് കൊടുത്ത്, എങ്ങനെ BSc നേഴ്സായേ, എങ്ങനെ BTech പാസ്സായേ, എങ്ങനെ MTech എടുത്ത്, എങ്ങനെ MSc എടുത്ത്, എങ്ങനെ BBA പാസ്സായേ, എങ്ങനെ MBA എടുത്ത്. പ്രൈസ് ദി ലോർഡ്. പുറകോട്ട് ചിന്തിച്ചാൽ ഒരു അത്ഭുതമല്ലേ? നടത്തിയ വഴികൾ 1000 നാവുണ്ടെങ്കിൽ വർണ്ണിക്കാൻ കഴിയുമോ? സ്നേഹിച്ച സ്നേഹം 1000 നാവുണ്ടെങ്കിൽ വർണ്ണിക്കാൻ കഴിയുമോ? ഓ, ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിച്ചേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴികൾ എത്രയോ അഗോചരമാ. കൃപ. പ്രൈസ് ദി ലോർഡ്. എന്താ ഭക്തൻ പറയുന്നത്? പിതാക്കന്മാരെ പോലെ ശാഠ്യവും മത്സരവും തലമുറയായി അവിശ്വസ്ത മനസ്സുള്ള ഒരു തലമുറയായി തീരാതിരിക്കുകയും ചെയ്യേണ്ടതിന് നീ അത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. മോശ എത്ര വർഷമാണ് അമ്മയുടെ കൂടെ ജീവിച്ചേ? പറഞ്ഞേ. മോശ എത്ര വർഷമാണ് അമ്മയുടെ കൂടെ ജീവിച്ചേ? 3 മാസം. പിന്നെ ശമ്പളത്തിന് മുല കൊടുക്കാൻ വേണ്ടി മുലകുടി മാറുവോളം ആ അമ്മയാണ് എന്ത് ചെയ്തേ? വളർത്തിയത്. ഷൗമേൽ എത്ര നാളാണ് അമ്മയുടെ കൂടെ താമസിച്ചേ? മുലകുടി മാറുവോളം. ഒരു 5 വയസ്സ് കൂട്ടിക്കും, സാധ്യത കുറവാണ്, നമ്മളങ്ങ് പറയാം, ഒരു 5 വയസ്സ്. പക്ഷെ 5 വയസ്സ് വരെ അമ്മയുടെ കൂടെ ജീവിച്ച ഷൗമേൽ, 5 വയസ്സ് വരെ ശമ്പളം മേടിച്ചാണെങ്കിലും അമ്മയുടെ കൂടെ ജീവിച്ച മോശ. പ്രൈസ് ദി ലോർഡ്. ഒരു ജനതയുടെ, ഒരു രാഷ്ട്രത്തിൻ്റെ അഭിഷക്തനായി മാറിയതിൻ്റെ പുറകിൽ ഈ അമ്മയ്ക്ക് വല്ല പങ്കുണ്ടോ? ന്യായമായിട്ട് അമ്മയ്ക്ക് വിദ്യാഭ്യാസമില്ലെന്നാണ് എൻ്റെ ചിന്ത. നിങ്ങൾ തെറ്റിദ്ധരിക്കല്. കാരണം അടിമകൾക്ക് സ്കൂളിൽ പഠിക്കാൻ അനുവാദമില്ല. മോശയുടെ വീട്ടുകാരാരാ? അടിമകളാണ്. പറവോൻ്റെ രാജ്യത്തെ അടിമകൾ, സ്കൂളിൻ്റെ വരാന്ത കാണാൻ ഭാഗ്യമില്ലാത്തവര്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അമ്മയ്ക്ക് വിദ്യാഭ്യാസമില്ലെങ്കിലും ഭയങ്കര ദൈവകൃപയായിരുന്നു. ഒരു മോൻ മഹാപുരോഹിതനായി, ഒരു മോൾ പ്രവാചകയായി, ഒരു മോൻ ജനത്തിൻ്റെ വീണ്ടെടുപ്പുകാരനായി. ഇതിനെല്ലാം കാരണമായത് അമ്മയുടെ മേൽ വ്യാപരിച്ച ദൈവകൃപയാണ്. ഇന്ന് പകൽ നിനക്ക് മറ്റൊന്നും ഇല്ലെങ്കിലും കൃപ പ്രാപിച്ചു. തലമുറയ്ക്ക് ദൈവത്തെ കൈമാറാൻ കഴിയുന്ന ഒരു കൃപ. സന്തോഷമുള്ളവരെ ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. എൻ്റെ തലമുറയ്ക്ക് മറ്റൊന്നും ഞാൻ കൊടുത്തില്ലെങ്കിലും എൻ്റെ തലമുറയ്ക്ക് ദൈവത്തെ കൊടുത്തെന്ന് പറയാൻ ഞാൻ വിവരിക്കുന്നില്ല. നിങ്ങളതിൻ്റെ 17ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 32ാമത്തെ വാക്യം വായിച്ചേ. ഇതെല്ലാമായിട്ടും അവർ പിന്നെയും
സങ്കീർത്തനക്കാരൻ അത്ഭുതങ്ങളുടെ ദൈവത്തെ വിവരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ പുട്ടിനിടയ്ക്ക് തേങ്ങാപ്പീരി ഇടുന്ന പോലെ വായിക്കുന്ന നമ്മളോടൊരു കാര്യം പറയുക. ഇതെല്ലാമായിട്ടും പറഞ്ഞേ, ഇതെല്ലാമായിട്ടും അവർ പിന്നെയും പാപം ചെയ്തു. മോനെ, എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന് 17-ാമത്തെ വായിച്ചേ, 17-ാമത്തെ വാക്യം. ആ ആ ആ ഇനി 3:12-13 വായിച്ചേ. ആ ആ ആ അടുത്ത വാക്യം. പാപത്തിന്റെ ചതിയിൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ആ ആ നമ്മുടെ സഭകളിൽ പണ്ട് പ്രബോധനമുണ്ടായിരുന്നു. പ്രബോധനം, പ്രസംഗമല്ല, പ്രബോധനം. നല്ല ഘനശാലിത്വമുള്ള പിതാക്കന്മാര്, വെളിപ്പാടുകളും ദർശനങ്ങളും ദൈവകൃപയുമുള്ള പിതാക്കന്മാർ എഴുന്നേറ്റ് സാക്ഷ്യത്തിൻ്റെ സമയത്ത് ഒരു 5 മിനിറ്റ്, ഒരു 7 മിനിറ്റ് പ്രബോധനങ്ങൾ പറയുമായിരുന്നു. അത് അവരുടെ അനുഭവത്തോട് ചേർത്ത് ചാലിച്ച് പറയുമ്പോൾ കേൾക്കുന്ന തലമുറയ്ക്ക് അത് ഭയങ്കര അനുഗ്രഹമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തായിരുന്നു അവർ പ്രബോധിപ്പിച്ചതെന്നാണ് നമ്മളിവിടെ വായിച്ചത്. ആ 13-ാമത്തെ വാക്യം, നിങ്ങൾ ആരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്നെന്ന് പറയുന്നിടത്തോളം നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിക്കുകയും. അന്നത്തെ പ്രബോധനം പാപത്തിൻ്റെ ചതി ആരുടെയും ജീവിതത്തിൽ വന്നിട്ട് അവർ ദൈവസന്നിധി കഠിനപ്പെട്ടു പോകാതിരിപ്പാൻ അന്യോന്യം പ്രബോധിപ്പിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അന്നൊരു വിശ്വാസി ഒരു വിശ്വാസിയെ കണ്ടാൽ ആദ്യം പറയുന്നത് മാറാനത. എന്താ അർത്ഥം? നമ്മുടെ കർത്താവ് വരുന്നു. ഉടനെ കേൾക്കുന്നയാൾ പ്രതിവചനമായി പറയുന്നത് അനാഥമ എന്ന് പറഞ്ഞ എന്താ? ആമീൻ, കർത്താവേ വരണമേ. വേഗം നമ്മൾ ചേർത്തതാ. പറയുന്ന ആളിന് സ്വപ്നത്തിൽ വരണമെന്ന് ആഗ്രഹമില്ല, അത് വേറെ കാര്യം. എങ്കിലും ഇപ്പോൾ വന്ന നമ്മുടെ കണക്കൂടെല്ലാം തെറ്റത്തില്ലേ? പ്രൈസനോ. നോക്കി, അന്നൊരു വിശ്വാസി കാണുമ്പോൾ ആദ്യം കൈ കൊടുത്ത് പറയുന്നത് എന്താണ്? നമ്മുടെ കർത്താവ് വരുന്നു, മാറാ നദ. ഉടനെ കൈ കൊടുത്ത് അടുത്ത ആൾ പറയാണ് അനാഥമ. എന്താ അർത്ഥം? ആമീൻ, കർത്താവേ വരണമേ. പ്രൈസലോ. അപ്പോൾ അവരുടെ എല്ലാം പ്രതീക്ഷയും പ്രത്യാശയും എന്തായിരുന്നു? കർത്താവ് വരണം. വരുമ്പോൾ പോകാതിരിക്കണേ, തമ്മിൽ പാപം ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെട്ട് പോകാതിരിക്കാൻ അവരെ ഓർപ്പിച്ച ഒരു കാര്യം, യേശു വരുന്നു, യേശു വരുന്നു, യേശു വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇവൻ്റെ ഉള്ളിൽ അങ്കലാപ്പ. യേശു വന്നാൽ പാപം ചെയ്താൽ എനിക്ക് എന്ത് ചെയ്യാനൊക്കത്തില്ല, പോകാനൊക്കത്തില്ല. അന്നത്തെ ജനം ഉള്ളിൽ പ്രബോധനം ഏറ്റുവാങ്ങിയൊരു കാര്യമുണ്ട്, യേശു വരുന്നു. ഇന്ന് പകൽ യേശു വരുവാന്ന് പറഞ്ഞ് നമ്മളെല്ലാം മൊത്തം പേരും പരിശുദ്ധരാകത്തില്ലേ? ഫ്രൈസലോ. അപ്പൊ അന്ന് സഭയുടെ പ്രത്യാശ മുഴുവൻ യേശു വരുന്നു എന്നുള്ളതാണ്. അവരന്നേരം പാടുന്ന പാട്ടൊക്കെ പ്രത്യാശയുടെ പാട്ടുകളാണ്. അവരുടെ ആരാധന മുഴുവൻ പ്രത്യാശയുടെ പാട്ടുകളാണ്. നല്ലൊരു അല്ലേ പറഞ്ഞേ? ഉണരുക ഉണരുക ദൈവജനമേ, ഇകത്തിലെ ദുരിതങ്ങൾ തീരാറായി. ഉണരുക ഉണരുക ദൈവജനമേ, ഇകത്തിലെ ദുരിതങ്ങൾ തീരാറായി. കാന്തൻ വന്നിടും, കണ്ണീർ തുടയ്ക്കും, ദുഃഖങ്ങളെല്ലാം തീരാറായി. കാന്തൻ വന്നിടും, കണ്ണീർ തുടയ്ക്കും, ദുഃഖങ്ങളെല്ലാം തീരാറായി. ആ ഓ
തൻ മണിനാദം അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ. ആയിരമായിരം ദൂതഗണങ്ങൾ ചുറ്റും നിന്നു സ്തുതി പാടിടുമ്പോ, ആയിരമായിരം ദൂതഗണങ്ങൾ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുമ്പോ, ആ നല്ല സുദിനം കാത്തു നിൽക്കുന്നേ ഞാൻ, വേഗം വരേണമേ എൻ കാത്ത. ആ നല്ല സുദിനം കാത്തു നിൽക്കുന്നേ ഞാൻ, വേഗം വരേണമേ എൻ കാത്ത. വേഗം വരുന്നല്ലോ പ്രിയൻ തൻ മണിനാദം അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ, അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ. ആമേൻ. രാജ്യമൊരു കേതൻ വേഗം വരുന്നല്ലോ പ്രിയൻ തൻ മണിനാദം ദൂരെ കേൾക്കുന്നല്ലോ, ദൂരെ കേൾക്കുന്നല്ലോ. പുതുമകൾ നിറയും പുലരിയിൽ നല്ലൊരു ജയഗീതം പാടിടാം. പുതുമകൾ നിറയും പുലരിയിൽ നല്ലൊരു ജയഗീതം പാടിടാം. ആനന്ദഗാനം പാടും വിശുദ്ധർ ഒന്നായി ചേർന്നു വരുന്നല്ലോ. ആനന്ദഗാനം പാടും വിശുദ്ധർ ഒന്നായി ചേർന്നു വരുന്നല്ലോ. ഓ രാജഗുരുതാൻ വേഗം വരുന്നല്ലോ പ്രിയൻ തൻ മണിനാദം ദൂരെ കേൾക്കുന്നല്ലോ, അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ, അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ, അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ, അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ. പ്രിയരെ, ഇന്ന് പകൽ തലമുറയ്ക്ക് കൈമാറാൻ നിന്റെ ആരാധന അവർ കാണട്ടെ, നിന്റെ ആരാധന അവർ കാണട്ടെ. എൻ്റെ പപ്പ, എൻ്റെ മമ്മി, എൻ്റെ വല്യപ്പച്ചൻ, എൻ്റെ വല്യമ്മച്ചി ദൈവത്തെ ആരാധിക്കുന്നവരായിരുന്നു. അത് സാധാരണക്കാരുടെ ആരാധനയല്ല. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ അവർ ആരാധിച്ചു. അവരുടെ സ്ഥിതി ദൈവം മാറ്റി. ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റി. അന്ന് യാക്കോബ് സന്തോഷിച്ചു, ഇസ്രായേൽ ആനന്ദിച്ചു. തീർന്നില്ല. അടുത്ത തലമുറയായ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട്. അബ്രഹാം ദൈവത്തെ സേവിച്ചു. മകൻ ഇസഹാക്ക് ആ ആണ്ടിൽ വിതച്ചു. 100 മേനി കൊയ്തു. ഫെലിസ്ത്യർക്ക് അസൂയ തോന്നുന്നത് പോലെ തലമുറ കൊയ്തെങ്കിൽ നിന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി തലമുറകൾ അടയാളമൊരുക്കാൻ വിശ്വസിക്കുന്നവർ മാത്രമേ ആരാധിക്കാവുള്ളൂ. ഹല്ലേലൂയ. ജുഡാരമന ശംദാരാധര വൈഡാരമന. ഓ രക്തത്താലേ ജയം. നിന്നെ പകച്ചവർ, നിന്നെ നിന്ദിച്ചവർ,
നിന്റെ തലമുറയ്ക്ക് ഗതി വരത്തില്ലെന്ന് നിന്നെ നോക്കി മുഖത്ത് നോക്കി പറഞ്ഞവർ കാണുകെ നിന്റെ തലമുറയ്ക്ക് ഒരു 100 മേനിയുടെ കൊയ്ത്ത് എല്ലാ മേഖലകളിൽ ഇന്ന് ദൈവം പകരുമെന്ന് പുതുവർഷത്തിന്റെ പുതിയ ദൂത് ഇന്ന് ഏറ്റെടുത്ത് ആരാധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ചില പരാജയങ്ങൾ മാറി ജയത്തിന്റെ ഘോഷമുയരുന്ന ആരാധന. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പുതുവർഷത്തിലെ ആദ്യ ഞായറാഴ്ച ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഇടപെട്ടു. അടുത്തൊരു വർഷം 52 ഞായറാഴ്ചയുണ്ട്. അതിലൊരു ഞായറാഴ്ച കഴിഞ്ഞു. ഇനി 51 ഞായറാഴ്ചയുണ്ട്. ദൈവം എനിക്ക് ആയുസ് തരുന്നെങ്കിൽ, എനിക്ക് ആരോഗ്യം തരുന്നെങ്കിൽ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ദൈവത്തെ ആരാധിക്കും. എത്ര പേര് തീരുമാനമെടുക്കും? ആ കരങ്ങൾ ദൈവം ഒന്ന് കണ്ടോട്ട്. എൻ്റെ കൂടാരത്തിൽ ആരാധന ഉയരും, എൻ്റെ തലമുറകളിൽ ആരാധന ഉയരും. ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൽ ആശ്രയിക്കും. ഓ ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഓ റബ്ബ ശന്തര. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അടുത്ത ഒരു വർഷം ദൈവം ദാനം തരുന്നെങ്കിൽ ഇന്നലകളിൽ നടത്തിയ മരുഭൂമിയിൽ മന്ന തന്ന, മരുഭൂമിയിൽ പാറയിലെ വെള്ളം തന്ന, മരുഭൂമിയിൽ കാടയുടെ ഇറച്ചി തന്ന, ചെരുപ്പ് പഴകാതെ വസ്ത്രം പഴകാതെ ഞങ്ങളെ സൂക്ഷിച്ച, പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി ഞങ്ങളുടെ പിതാക്കന്മാരെ പരിപാലിച്ച ഈ ദൈവത്തെ ഞങ്ങൾ പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ബലത്തോടെ, പൂർണ്ണ മനസ്സോടെ ആരാധിക്കും. തലമുറകൾക്ക് ഞാൻ ആ ദൈവത്തെ കൈമാറും. അപ്പൊ ഇന്ന് പകൽ ക്ഷീണിതരുണ്ട്, ബലഹീനരുണ്ട്, രോഗികൾ, എല്ലാവരും നീ ആശ്വസിപ്പിക്കണം. അത്ഭുത സൗഖ്യങ്ങൾ പകരണം. ഞങ്ങൾക്കൊരായുസ് തരുന്നെങ്കിൽ ഞങ്ങൾ ആർക്കും ഒരു ബാധ്യതയായി തീരരുത്. കിടന്ന് കഷ്ടപ്പെടാനോ, ഞങ്ങളുടെ ദേഹം പൊട്ടി അഴുകാനോ, ഞങ്ങൾ പുഴുവരിക്കാനോ ഒന്നും ഇടയാകാതെ ആരോഗ്യമുള്ള ശരീരം, ബലമുള്ള ശരീരം, ദൈവകൃപയുള്ള അഭിഷേകം ഞങ്ങളുടെ മേൽ പകരണം. ഏറ്റെടുത്തൊന്ന് ആരാധിച്ചേ. ഇന്ന് രാവിലെ ദൈവത്തിന്റെ മഹത്വ കൂടാരങ്ങൾ വെളിപ്പെടുവാൻ ചില ശാപമണ്ഡലങ്ങൾ അഴിഞ്ഞു പോകട്ടെ, ചില രോഗമണ്ഡലങ്ങൾ അഴിഞ്ഞു പോകട്ടെ, ചില പുരാതന ശൂന്യതകൾ അഴിഞ്ഞു മാറട്ടെ, ചില അന്യായ ബന്ധനങ്ങൾ അഴിയട്ടെ, ചില മുഖത്തിന്റെ അമിക്കയറുകൾ അഴിഞ്ഞു മാറട്ടെ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുമല്ലോ. ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടി എന്നെ ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ സുന്ദരന മനോഹര നിന്നെ
ഒരിക്കലൂടെ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കുമല്ലോ. കുഞ്ഞുങ്ങൾക്ക് ഇന്ന് സാക്ഷി പറയാൻ സമയം വേർതിരിക്കുന്നില്ല. പുതുതായി വന്നവർക്കൊക്കെ അത്യാവശ്യമായി സാക്ഷി പറയാൻ ആഗ്രഹിക്കുന്ന വേഗം എഴുന്നേറ്റ് സാക്ഷി പറയും. നമ്മുടെ ബോംബെയിൽ നിന്ന് വന്ന ലീന എന്നല്ലേ പറഞ്ഞ ലീന, യെസ്, എഴുന്നേറ്റ്. സണ്ണി ബ്രദർ അല്ലേ, സണ്ണി എഴുന്നേറ്റ് ഓടിക്കൊണ്ട് പോയി. താങ്ക് യു. ഇതിനകത്ത് സ്വാഗതം ചെയ്യുന്നു. വലിയവനായ ദൈവത്തെ വിശുദ്ധരോടൊത്ത് പ്രത്യേകാൽ ജിരിയൻ പാസ്റ്ററിനോടൊത്ത് ഈ സഭയിൽ വന്ന് ദൈവത്തെ ആരാധിപ്പാനും സാക്ഷിയിരിപ്പാനും ദൈവം ചെയ്ത നല്ല സാവകാശത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവം എൻ്റെയും ജീവിതത്തിൽ നല്ലവ ചെയ്തു എന്ന് പറയാൻ തക്കണം ഇപ്രകാരം ഉയർത്തി ദൈവോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പെട്ടെന്ന് സമയമില്ലെന്ന് എനിക്കറിയാം, ഡെഡിക്കേഷനൊക്കെ ഉണ്ട്. എന്നാലും ആണ്ടിൻ്റെ ആരംഭം വായിക്കാൽ ഞാൻ ഒരു വാക്യം വായിച്ചുകൊണ്ട് പെട്ടെന്ന് ഇരിപ്പാൻ തക്കണം താല്പര്യപ്പെടുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 11 അധ്യായത്തിൻ്റെ 28 വാക്യം. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. ഞാൻ ആ ഒരു വാക്യം മാത്രം പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് ഇരിപ്പാൻ തക്കുന്ന താല്പര്യപ്പെടുന്നു. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം. തന്നെത്താൻ ശോധന ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് നാം അതിൽ നിന്ന് കാണുന്നത്? പല രീതിയിൽ പറയുന്നു. അപ്പത്തെയും ദൈവത്തിൻ്റെ ശരീരത്തെയൊക്കെ ശോധന ചെയ്യണം. ഞാൻ ഇപ്രകാരം പറയുകയാണ്. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 5:22 വാക്യം. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. അങ്ങനെ 9 കാര്യങ്ങൾ കാണുന്നു. ഞാൻ അതിനെക്കുറിച്ച് പെട്ടെന്നൊരു ഉപമ പറഞ്ഞുകൊണ്ട് ഇരിപ്പാൻ താല്പര്യപ്പെടുന്നു. ഇത് ഇന്ത്യയിലെ ഒരു രൂപ തുട്ടാണ്. അതിനകത്ത് ഫ്രണ്ട് സൈഡിൽ ഒരു സൈഡിൽ 5 കാര്യങ്ങളും മറു സൈഡിൽ 4 കാര്യങ്ങളും ആലേഖനം ചെയ്തിരിക്കുന്നു. ഇതിലേതെങ്കിലും ഒന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് കള്ളനാണയമാണ്, മനുഷ്യനെ നീ എറിഞ്ഞു കളയും. അതുപോലെ ബൈബിളിൽ ആത്മാവിൻ്റെ ഫലം 9 കാര്യങ്ങൾ കാണുന്നു. ആ 9 കാര്യങ്ങളിൽ ഒന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ആത്മീയ ജീവിതത്തിലുള്ള കുറവ് നമുക്ക് തന്നെ മനസ്സിലാവും. പാസ്റ്റർ പറയുന്നതല്ല നമ്മുടെ ശോധന. പാസ്റ്റർ പറയുന്നു, ഞാൻ പറയുന്നു, ഇതിനകത്ത് ഒരു കാര്യങ്ങളിൽ അശോകചക്രം ഇല്ലെങ്കിൽ ഇത് കള്ളനാണയമാണ്, ഇതിന് വലിച്ചെറിയും. കർത്തദാസൻ നമ്മളുടെ ഓരോ കുറവുകൾ കണ്ട് നമ്മളെ ശാസിക്കുകയും നമ്മളെ സ്നേഹത്തോടെ ശിക്ഷിക്കുകയും ചെയ്യുമ്പോൾ നാം മുഷിയരുത്. നമ്മളെ കർത്താവ് വലിച്ചെറിയുന്നില്ല, എന്നാൽ പിന്നെയും നാം ശോധന ചെയ്തുകൊണ്ട് നമ്മെ തന്നെ ശോധന ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ന്നുകൊണ്ട് അവൻ്റെ കൃപ പ്രാപിപ്പാൻ ഹല്ലേലൂയ ദൈവം നമ്മളെ